പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ദിവ്യ നടത്തിപ്പിനെ കുറിച്ചാണ്. സങ്കീർത്തനം 73:24 നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിൽ കൈക്കൊള്ളും. പ്രിയരെ, സ്വന്തം ബുദ്ധിയിൽ ചാരി യുക്തിയുടെ വചനത്തിൽ കൂടെ നടന്ന് സഞ്ചരിച്ച സങ്കീർത്തനക്കാരൻ അവസാനം ഇപ്പോൾ ദൈവിക നടത്തിപ്പിനായി ആ കരം ആ നല്ല പിതാവിനെ ഏൽപ്പിക്കുന്ന ഒരു സന്ദർഭമാണിത്. ചില ദിവ്യ നടത്തിപ്പുകൾ വചനാടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. സങ്കീർത്തനം 48:14 പറയുന്നു, ഈ ദൈവം നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. യെരുശലേം നഗരത്തിൻ്റെ ഭംഗിയല്ല പ്രാധാന്യം, മറിച്ച് മരണം വരെ മരണത്തിനപ്പുറത്തേക്കും വഴി നടത്തുന്ന എന്നെ എന്നേക്കും സന്തോഷിപ്പിക്കുവാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പ്രാധാന്യം. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ 16:13 സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകലത്തിലും വഴി നടത്തും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ദൈവത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ചും അവൻ്റെ ജനം അറിയേണ്ടതെല്ലാം ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം സത്യത്തിൻ്റെ ആത്മാവിന് കഴിഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 7:17 പറയുന്നു, ജീവജലത്തിന്റെ ഉറവിലേക്ക് അവൻ നടത്തും. ഇപ്പോൾ അതിൽ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ സ്വർഗത്തിലും അത് തുടരും ദൈവമക്കളെ. പ്രൈസ് ഗാഡ്. അടുത്തതായിട്ട് മത്തായി 23:16 പറയുന്നു, കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് ഹാ കഷ്ടം. അപ്പൊ കുരുടന്മാർ ആത്മീയ അന്ധത ബാധിച്ചവരാണ്. കുരുടനെ വഴികാട്ടിയാൽ ഇരുവരും കുഴിയിൽ വീഴും. ആത്മീയ ജനം ഒന്നുമില്ലാതിരിക്കെ തങ്ങൾ പരിജ്ഞാനം പ്രാപിച്ചവരാണെന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ നയിക്കുവാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ളവരെ അനുഗമിക്കുന്നത് മതപരമായ അല്ലെങ്കിൽ അന്ധരായ വഴികാട്ടികളെ അനുഗമിക്കുന്നത് രണ്ടുപേരും കുഴിയിൽ വീഴുവാൻ സാധ്യതയുണ്ടെന്നാണ് ഇവിടെ ദൈവവചനം പറയുന്നത്. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യത ഉള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ സൗമ്യത ഉള്ളവർക്കുള്ള അനുഗ്രഹങ്ങൾ നമുക്കറിയാം. അവർക്ക് സൗമ്യത ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മളെ ദിവ്യ നടത്തിപ്പോടും മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ തൃപ്തി വരുത്തുന്നു. ദൈവത്തിൻ്റെ നടത്തിപ്പ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നു. ദൈവം ചില വഴികളെ നമ്മളെ പഠിപ്പിക്കുന്നു. തൻ്റെ രക്ഷ എന്താണെന്ന് അവൻ നമുക്ക് കാണിച്ചു തരുന്നു. അവൻ ഉയർച്ചയായ അവസരങ്ങളിലൂടെ നമ്മളെ ഉപയോഗിക്കുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് അഹങ്കാരികളുടെ അഹങ്കാരം, അവരുടെ പഠിപ്പിക്കൽ നമുക്ക് അനുവദനീയമല്ല, നമുക്ക് ആവശ്യമില്ല. സൗമ്യതയുള്ളവരോ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ലാസറിന്റെ സഹോദരിമാർ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നു. അവർ സൗമ്യത പഠിച്ചു, അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു. വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഇരുന്നാൽ പ്രസംഗത്തിന്റെ പ്രഭുവായ സ്പർജൻ പറയുന്നത് പോലെ വാഴ്ത്തപ്പെട്ട അധ്യാപകനാണ്, കൃപ ലഭിച്ച വിദ്യാർത്ഥിയാണ്. ദൈവിക പാഠങ്ങൾ അവന്റെ ആത്മാവോ മുഴുവനായി നീ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദിവ്യ നടത്തിപ്പുണ്ടെങ്കിൽ ഇപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീരും. പ്രിയരെ, വീണ്ടും സങ്കീർത്തനം 31:3 പറയുന്നു, നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പരിപാലിക്കണമേ. അപ്പൊ ദിവ്യ നടത്തിപ്പിന്റെ ആഗ്രഹത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുപോലെ സങ്കീർത്തനം 23:4 പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അന്ധകാരത്തിന്റെ അനുഭവങ്ങളെയും പോരാട്ടങ്ങളെയും അവസാനം മരണവും ക്രിസ്തുവിന്റെ ആടുകൾക്ക് സംഭവിക്കാം. ചില സമയം തിന്മ വളഞ്ഞേക്കാം പ്രിയരെ, എന്നാൽ നമ്മുടെ ഇടയിൽ സർവശക്തനായ ദൈവമാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവൻ സൃഷ്ടിതാവാണ്. അവൻ നമ്മളോടുകൂടെ ഉണ്ട്. അവൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്തിനു ഭയപ്പെടണം? പ്രൈസ് ദി ലോർഡ്. ദിവ്യ നടത്തിപ്പിൽ മുൻപോട്ട് കടന്നു പോകുവാൻ ഈ പകൽക്കാലം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, ഞാൻ നിന്നെ ഉപദേശിച്ച് നിനക്ക് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. ഞാൻ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. കുരുളിൽ താഴ്വരയിലൂടെ നടക്കുന്ന പ്രിയ ദൈവജനമേ, പ്രൈസ് ദി ലോർഡ്, നിനക്കൊരു ദിവ്യ നടത്തിപ്പുണ്ട്. കഷ്ടങ്ങളുടെ നടുവിലൂടെ നടക്കുന്ന ദൈവവൈതലേ, നിനക്കൊരു ദിവ്യ നടത്തിപ്പിലാണ് നീ ജീവിക്കുന്നത്. ആമേൻ. ദൈവത്തിന്റെ ആലോചന ശാശ്വതമായതാണ്.
അതൊരിക്കലും ഫെയിലാകുകയില്ല. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന അനുഗ്രഹമാകാൻ പോകുകയാണ്. ദൈവത്തിന്റെ ആലോചന വ്യർത്ഥമാകുകയില്ല, അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ ആലോചന മറച്ചു വെക്കരുത്. ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ദൈവം അറിയിക്കുന്ന ദൂതിനെ മറച്ചു വെച്ചാൽ നമുക്കത് ദുഃഖമുണ്ടാകും. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കണം. എടുപിടി എന്ന് കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുവാൻ ധൃതിപ്പെടരുത്. ഈ ആത്മീയ യാത്രയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരുന്നതിന് ശേഷം മാത്രമേ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, വീണ്ടും ജനിച്ച ദൈവമക്കൾ, ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം നടക്കുന്നവർ മുൻപോട്ട് സ്റ്റെപ്പ് വെക്കണമെന്നാണ് ദൈവത്തിന്റെ ആലോചന. ആയതിനാൽ അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കരുത്. പ്രിയരെ, ഈ ദിവ്യ നടത്തിപ്പിൽ ദൈവത്തിന്റെ ആലോചനയുണ്ട്. ദൈവത്തിന്റെ ആലോചന വ്യർത്ഥമാക്കരുത്. ദൈവത്തിന്റെ ആലോചന മറച്ചു വെക്കരുത്. ദൈവത്തിന്റെ ആലോചനയാൽ നമ്മളെ നടത്തും. ദൈവത്തിന്റെ ആലോചനയ്ക്കായി നാം കാത്തിരിക്കണം. അത്യുന്നതന്റെ ആലോചനയെ നാം നിരസിക്കരുത്. അവസാനമായി, എന്റെ ആലോചന നിവൃത്തിയാകും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നടക്കാൻ പോകുകയാണ്. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ നടക്കാൻ പോകുകയാണ്. നമ്മുടെ തലമുറയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ നിറവേറുക തന്നെ ചെയ്യുമെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. അവന്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. അതാണ് സർവശക്തന്റെ കരം. ഇത് പകൽക്കാലം നമുക്ക് വേണ്ടി അത് വ്യാപരിക്കുന്നു, നമുക്ക് വേണ്ടി അനുഗ്രഹമായി തീരുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.